അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കിയാലോ? നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്ത് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണിത്. നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പമാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഉണ്ണിയപ്പം എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഉണ്ണിയപ്പം റെഡിയാക്കാൻ വേണ്ടി ഒരു 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ നല്ലൊന്ന് കഴുകിയെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. ഒരു 5 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചൊരു 3 അച്ചോ ഒരു ചെറിയ കഷ്ണം കൊണ്ട് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിപ്പിച്ചെടുക്കണം. ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറഞ്ഞ വെള്ളത്തിൽ അരിപ്പിച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കണ്ട, കുറഞ്ഞ വെള്ളത്തിൽ കുറച്ച് കട്ടിയിൽ തന്നെ അരിപ്പിച്ചെടുക്കാം. ഈ ശർക്കര ഞാൻ അരിപ്പിക്കുന്നുണ്ട്. നല്ല അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആ പച്ചരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് വെള്ളമൊക്കെ ഊറ്റിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറഞ്ഞ വെള്ളത്തിൽ പിന്നെ അരച്ചെടുക്കുക. അധികം വെള്ളം ഒഴിക്കണ്ട, അധികം പിന്നെ നല്ല കട്ടിയുള്ള മാവാക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം. കട്ടിയിൽ അരച്ചെടുക്കുന്നത് ശർക്കര പാനിയൊക്കെ ചേർക്കാനുള്ളതല്ല, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നല്ല അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ചെറുപഴം 2 നല്ല പഴുത്ത ചെറുപഴം കൂടെ ഇതിലേക്ക് തൊലിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറുപഴം നല്ല പഴുത്തത് തന്നെ എടുക്കണം, പഴുപ്പ് കുറഞ്ഞത് എടുക്കരുത്. അപ്പോൾ നല്ല പഴുത്ത ചെറുപഴം ഇട്ടിട്ട് നല്ലൊന്ന് അരച്ചെടുത്ത് അപ്പോൾ നമുക്ക് അതും കൂടെ ഇടുമ്പോൾ ഈ അപ്പത്തിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ അരച്ചെടുത്ത ഈ മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള മാവാണ്. അപ്പോൾ ഇത്ര നല്ല കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് ഇനി നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അധികം ചൂടൊന്നും വേണ്ട, അതിലേക്ക് കുറഞ്ഞ ചൂടിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ പത്തിരിയുടെ അരിപ്പൊടി വെച്ചിട്ട് നിങ്ങൾ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോടുകൂടി പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലൊന്ന് കലക്കിയെടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു കയ്യിൽ ഒരു കുമ്പിൾ പിന്നെ ചോറും കൂടെ ഈ പച്ചരിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കുമ്പോൾ ഒരു നല്ലൊരു സോഫ്റ്റ് കിട്ടും, നല്ല പഞ്ഞി പോലത്തെ അപ്പം കിട്ടാൻ വേണ്ടി. ഇനി ഇത് ഞാൻ ഈ മാവ് അരച്ചെടുത്ത മാവ് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്താം. ഇതിൻ്റെ കട്ടി നമ്മൾ കുത്തപ്പൊക്കെ ഉണ്ടാക്കണ മാവിൻ്റെ കട്ടി ആണ് ഇതിന് വേണ്ടത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കരിഞ്ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്ത്, ഈ തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ നമ്മൾ അപ്പം തിന്നുമ്പോൾ ഇടയിൽ ഇങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു കുയ്യപ്പത്തിൻ്റെ ചട്ടി ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓരോരോ കുയ്യിലും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ കുയ്യ് നിറയെ ഓയിൽ ഒഴിക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ എല്ലാ കുയ്യിലും ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോരോ തവി മാവ് എടുത്തിട്ട് ഈ കുയ്യിൽ ഓരോന്നിലും ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത അപ്പമാണിത്. അപ്പോൾ ഈ അപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മറ്റേ ഭാഗം നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടും. അപ്പോൾ ഇത് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാനുള്ള എളുപ്പവുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളെ ഫോണിൽ ലഭിക്കുന്നതാണ്. നല്ല സോഫ്റ്റാണ് അപ്പം. എല്ലാവരും ഇതുപോലെ റെഡിയാക്കി നോക്കുക. ഇനി നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.